അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് ബട്ടൂര എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിയാലോ. അപ്പോൾ പാക്കറ്റ് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ ബട്ടൂര. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാനിതാ കഴിഞ്ഞ ദിവസം മാൾക്ക് പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു ഈ ബട്ടൂരൻ്റെ പാക്കറ്റ്. അപ്പോൾ ഇതിലൊരു പാക്കറ്റിൽ 5 പീസാണ് കേട്ടോ ഇരുന്നത്. അപ്പോൾ നമുക്കിതാ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് പുറത്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടൂര തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തണുപ്പൊക്കെ പോയതിന് ശേഷം ഞാനിതൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 5 പീസിൽ ഞാനിതെല്ലാം കട്ട് ചെയ്ത് കൊടുക്കണം. ഇതാ ഒട്ടി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇതങ്ങനെ ഇങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ കണ്ട പോരിനെ കണ്ടില്ലേ, ഇതേപോലെ പോരിട്ട് എല്ലതും. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടോ. ഇത് പിന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെറുത് വേണം ചെറുത് കട്ടാക്കി കൊടുക്കാം, വലുതാണ് വലിയ കട്ടിങ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ 4 പീസാക്കിയിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതാ എല്ലതും നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മക്കളെ ഞാനിതാ എല്ലാതും 4 പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. 5 പീസ് 6 പീസ് എത്ര വേണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും ഒന്ന് ചൂടാക്കാൻ വെക്കണം. നല്ല ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് പൊരിച്ചെടുക്കാം. എല്ലാം ഇതേപോലെ ഒന്ന് തിരിച്ചു മറിച്ചൊന്ന് പൊരിച്ചെടുക്കട്ടെ. പെട്ടെന്നാവും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ്. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ഒന്നങ്ങോട്ട് പൊരിച്ചെടുക്കാം. നമ്മൾ പപ്പടം പൊരിക്കണം അതേപോലെ തന്നെ പെട്ടെന്നാവും കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയായിട്ട് കിട്ടിയിട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ വട്ടൂരി. ഇനി ഇതാ എല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് നിങ്ങളുടെ കറുമുറൊന്നും ഉണ്ടാവില്ല കേട്ടോ. പെട്ടെന്ന് അത് പിന്നെ കുറച്ചിന് കഴിഞ്ഞാൽ തന്നെ അത് ഇങ്ങോട്ട് കുഴഞ്ഞ രൂപത്തിലാവും. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ബീഫിൻ്റെ കൂടെ ആണെങ്കിലും ചിക്കൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തക്കാളിൻ്റെ സോസും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂൾക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സും കൂടിയാണ്. നമുക്കുണ്ടല്ലോ സ്നാക്സ് കൊടുക്കാണ്ടാവില്ല, ആ ടൈമിൽ കൊടുത്തേക്കട്ടോ.